കോഴിക്കോട് ദേശീയപാതയിലെ മുക്കാളിയിൽ തുടർച്ചയായി ഉണ്ടാകുന്ന മണ്ണിടിച്ചിലിൽ ദേശീയപാത അതോറിറ്റിയുടെ അനാസ്ഥയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിച്ചു. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ പ്രദേശത്ത് ദേശീയപാത ഉപരോധിച്ചു. ഉപരോധത്തെ തുടർന്ന് ദേശീയപാതയിൽ ഗതാഗതം പൂർണ്ണമായി സ്തംഭിച്ചു. തുടർച്ചയായി മണ്ണിടിച്ചിലുണ്ടായിട്ടും യാതൊരുവിധ സുരക്ഷാ മുൻകരുതലുകളും സ്വീകരിക്കാത്ത ദേശീയപാത അതോറിറ്റിയുടെ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ടായിരുന്നു ഡിവൈഎഫ്ഐ പ്രതിഷേധം. ആവർത്തിച്ചുണ്ടാകുന്ന അപകട മുന്നറിയിപ്പുകൾ അവഗണിച്ച് അധികൃതർ കാഴ്ചക്കാരായി നോക്കി നിൽക്കുകയാണെന്ന് ഡിവൈഎഫ്ഐ ആരോപിച്ചു. അപകട സാധ്യത നിലനിൽക്കെ സ്ഥലം എംപിയും എംഎൽഎയും പ്രദേശം സന്ദർശിക്കാനോ പ്രശ്നപരിഹാരത്തിന് ഇടപെടാനോ തയ്യാറായില്ലെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി. പ്രതിഷേധ സമരം ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗം ബഗീഷ് ഉദ്ഘാടനം ചെയ്തു. നാഷണൽ ഹൈവേയിൽ ഇന്നലെ രാത്രി നാഷണൽ ഹൈവേയുടെ പണി നടക്കുന്ന ഈ മുക്കാളി ഭാഗത്ത് മണ്ണിടിച്ചിലുണ്ടാകുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. വളരെ അപകടകരമായ രൂപത്തിലാണ് മണ്ണിടിച്ചിലുണ്ടായിട്ടുള്ളത്. മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെയുള്ള കോൺക്രീറ്റ് ചെയ്ത സ്ലാബിന്റെ ഭാഗങ്ങൾ ഉൾപ്പെടെ തെറിച്ച് ഈ ഹൈവേ ഓരത്ത് വലിയ അപകടകരമായ നിലയിലേക്ക് ഹൈവേ ഓരത്ത് വരുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. ഈ മുക്കാളി ഭാഗത്ത് ആദ്യമായിട്ടല്ല മണ്ണിടിച്ചിലുണ്ടാകുന്നത്. കഴിഞ്ഞ വർഷവും മണ്ണിടിച്ചിലുണ്ടായ സമയത്ത് ഡിവൈഎഫ്ഐ മറ്റ് സംവിധാനങ്ങളൊക്കെ അധികാരികൾ വളരെ കൃത്യമായി ശാസ്ത്രീയപരമായ രൂപത്തിലോട്ട് മണ്ണിടിച്ചിൽ ഉണ്ടാകാത്ത രൂപത്തിലോട്ട് ഇവിടെ കോൺക്രീറ്റും അതേപോലെ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്തണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. പക്ഷെ എല്ലാ വർഷവും മണ്ണിടിച്ചിലുണ്ടാകുന്ന സമയത്ത് ഇതുപോലെ അപകടകരമായ രൂപത്തിലോട്ട് മണ്ണിടിച്ചിലുണ്ടാകുന്ന സ്ഥിതിയാണ് ഉണ്ടാകുന്നത്. അവിടെ 3ഓളം വീടുകളുണ്ട്. അപകടകരമായ നിലയിൽ 3ഓളം വീടുകളുണ്ട്. കഴിഞ്ഞ വർഷം മണ്ണിടിച്ചിലുണ്ടായ സമയത്ത് സ്ഥലം എംപി അവിടെ പോയി ശാശ്വതമായ പരിഹാരം കാണുമെന്നാണ് പറഞ്ഞത്. പക്ഷേ വടകരയുടെ എംപി ഇത്തരം സംഭവം ഉണ്ടാകുന്ന സമയത്ത് ശാശ്വതമായ പരിഹാരം എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി വാഗ്ദാനങ്ങൾ നൽകി പോവുക എന്നല്ലാതെ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ വടകര എംഎൽഎയോ അതേപോലെ തന്നെ എംപിയോ ശാസ്ത്രീയപരമായി ഇവിടെയുള്ള മണ്ണിടിച്ചിൽ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടും ഈ നാഷണൽ ഹൈവേയുടെ പണി പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടും ഒരു ഇടപെടൽ നടത്താൻ സ്ഥിതിയുണ്ടായിരുന്നത്. ഉപരോധത്തെ തുടർന്ന് ദേശീയപാതയിൽ കിലോമീറ്ററുകളോളം വാഹനങ്ങളുടെ നീണ്ട നിര രൂപപ്പെട്ടു. തുടർന്ന് ചോമ്പാല പോലീസ് സ്ഥലത്തെത്തി ഉപരോധ സമരം നടത്തിയ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു നീക്കിയ ശേഷമാണ് പ്രദേശത്ത് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. ന്യൂസ് ബ്യൂറോ, മീഡിയ വടകര. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.